ഹായ് ഗായ്സ്, ഞാൻ ആർദ്ര. ഇതെൻ്റെ ചാനൽ മൈ വേൾഡ് ഓഫ് പാഷൻ. സോ ഞാൻ ഇന്നൊരു മിന്ത്ര ഷൂ ഹോളിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് ഷൂ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ മിന്ത്രയിലെ പാക്കേജിങ് ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. ഈ ഒരു പാക്കേജിങ് ആയിരിക്കും. എനിക്ക് കിട്ടിയേക്കുന്ന എല്ലാ ഷൂവും ഈ പാക്കേജിങ് തന്നെയാണ്. കണ്ടോ, ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഇതിൽ നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണും. ഈ ഒരു കവറിലാണ് എനിക്ക് എല്ലാ ഷൂസും കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഷൂ നോക്കാം. ഫസ്റ്റ് ഷൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്ബെറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നാണ്. ഓക്കെ, ഡ്രസ്ബെറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്നാണ്. എനിക്ക് ഇങ്ങനത്തെ പാക്കേജിങ് ആയിരുന്നേ. ഇതുപോലെ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ഇത് പാക്കേജിങ് നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് പാക്കേജിങ് എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നില്ല. കാരണം ഇത് ഈ പെട്ടി ഉണ്ടല്ലോ, ഇത് ചുളുങ്ങി അമങ്ങി നിൽക്കുകയായിരുന്നു. പെട്ടിയൊക്കെ ഒടിഞ്ഞു മടങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ കീറി പൊളിഞ്ഞിരിക്കുകയാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ ഷൂസിൻ്റെ അകത്ത് കാണും ഇങ്ങനെ ഒരു ടിഷ്യൂ പോലൊരു പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെയായിരുന്നു പാക്കേജിങ്. സോ ഇതാണ് നമ്മുടെ ഷൂ. ഓക്കെ, ഞാൻ സോറി കേട്ടോ, ഒരാളെ ഇട്ടുപോയി ഷൂ ഞാൻ. അതുകൊണ്ട് കുറച്ച് ചെളിയൊക്കെ കാണും, എന്നോട് ക്ഷമിക്കുക. ഓക്കെ, ഇതായിരുന്നു ഷൂ. ഇതിൻ്റെ ഈ സൈഡ് എംബ്രോയിഡേർഡ് ആണ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ സൈഡ് എംബ്രോയിഡേർഡ് ആണ്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, ഒരു സൈഡ് പ്ലെയിൻ ആണ്. ഓക്കെ, ലേസ് ഉണ്ട്. അകത്ത് ഡ്രസ്ബെറി എന്ന ബ്രാൻഡിൻ്റെ പേരുണ്ട്. സോ ഒരു ഷൂ ഇതായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ എംബ്രോയിഡറി ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടും ഒരു സൈഡ് എംബ്രോയിഡേർഡ് ആയിട്ടും ഒരു രണ്ട് ലുക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടും. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഒരു നിയർ ടു 700 എങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബേസ് ബ്രൗൺ കളർ വെച്ചിട്ടാണ്. കണ്ടോ, വൈറ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ബേസ് ആയിരുന്നെങ്കിൽ അഴുക്ക് ഫുള്ളായേനെ. പക്ഷെ ഇത് ബേസ് ബ്രൗൺ ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. ഇത് ഞാൻ എൻ്റെ സൈസ് കാലിൻ്റെ 37 ആണ്. ഇത് 4 യൂറോപ്യൻ UK 4 ആണ് ഇത്. നെക്സ്റ്റ് ഒരു നൈസ് ബേബി പിങ്ക്, ഒരു പീച്ച് കളറാണ്. ഇങ്ങനത്തെ പാക്കേജിങ് ആയിരുന്നേ. ഇത് കുറച്ചുകൂടെ നമുക്ക് സ്റ്റഡി ആയിട്ടിരിക്കുന്നില്ല ഈ ബോക്സ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഇത് നല്ല സ്റ്റഡി ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലല്ലേ? സോ ഇവിടെ ഇതിന്റെ പ്രൈസ്, ബ്രാൻഡ് നെയിം എനിക്ക് അറിയാതിരിക്കുന്ന വിചാരിക്കുന്നത് ഷൂ ടോപ്പിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഓൾമോസ്റ്റ് ഷൂവിൻ്റെ ഒരു നല്ല കളക്ഷൻ ഉള്ളൊരു ബ്രാൻഡാണ്. ഇവിടെ കളറും സൈസ് എത്രയാണെന്ന് 37, ഞാൻ പറഞ്ഞല്ലോ 37 ആണ്. യൂറോപ്യൻ സൈസ് 37, UK 4 ആണ്. ആ സൈസിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 499 ആണ്. പക്ഷെ എനിക്ക് ഡിസ്കൗണ്ടിലായിരുന്നു കിട്ടിയതെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പ്രൈസ് ഏറ്റവും കുറവ് പ്രൈസ് ഇതിനാണ്. ഇതിന് 300 എങ്ങാണ്ട് എനിക്കായുള്ളൂ. ഈ ഷൂ ഹോളിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഷൂ ഇതാണ്. ഓക്കെ, കണ്ടല്ലോ, ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് പൊതിഞ്ഞാണ് കിട്ടുന്നത്. ഞാനിത് കാണിക്കാം. കണ്ടോ, നല്ലൊരു പീച്ച്, ഒരു ബേബി പിങ്ക് കളറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവെ പിങ്ക് അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ ഇത് അധികം പിങ്ക് ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോറി കേട്ടോ, ഇത് ഞാൻ ഒരു തവണ ഇട്ടതാണ്, ക്ഷമിക്കുക. ഓക്കെ, അകത്ത് ഷൂ ടോപ്പിയാണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ലേസ്, ബാക്ക് ആക്ച്വലി പീച്ച് കളറാണ്. ഓക്കെ, ബേസ് പീച്ചാണ്. ഇതാണ് ഇതിൻ്റെ പേര്. ഇതും സെയിം, മറ്റേത് തന്നെ സെയിം സൈസ് ആയിരുന്നു. 37, UK 37, UK 4, യൂറോപ്പ് 37 ആണ്. ഓക്കെ, അടുത്ത ഷൂ ഞാൻ കാണിക്കാം. അടുത്ത ഷൂവും ഞാൻ ആദ്യം കാണിച്ച ഡ്രസ്ബെറിയുടെ തന്നെയാണ് ഞാൻ കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ പാക്കേജിങ്
നല്ല പാക്കേജിങ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ ബോക്സ് നല്ല സ്റ്റിഫ് ആൻഡ് സ്റ്റഡി ആയിട്ടിരിപ്പുണ്ട്, കണ്ടോ. മറ്റേത് ഞാൻ കാണിക്കും, ഒരു മിനിറ്റ്. ഇത് നോക്ക്, കണ്ടോ ചുളുങ്ങി ഇരിക്കുന്നുണ്ട. ഇത് നോക്ക്, ഇതാണ് ഇതും തമ്മിലെ വ്യത്യാസം. ഇതിന്റെ എഡ്ജ് നോക്ക്. നിങ്ങൾ പാക്കേജിങ്ങിന്റെ ഡിഫറൻസ് കണ്ടല്ലോ, ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സെയിം ബ്രാൻഡ് തന്നെയാണ്, ഡ്രസ്ബെറി. അപ്പം ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഷൂ ഇതാ കണ്ട, ടിഷ്യൂ പേപ്പറിൽ പോലത്തെ ഒരു ഇതിൽ പൊതിഞ്ഞാണ് ഷൂ കിട്ടിയത്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് 500 അറൗണ്ടാണ് വന്നത്. ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ മേടിച്ച എല്ലാ ഷൂവിനും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ സെയിൽ വരുന്ന സമയത്ത് മേടിക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പം കണ്ടോ, ഇതാണ് ഷൂ, ഗോൾഡൻ ഷൂ. എനിക്ക് മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂവിൽ ഒന്നാണിത്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഗോൾഡൻ കളറാണ്, കണ്ടല്ലോ. ലേസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അതിലും ഒരു ഗോൾഡൻ ത്രെഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഡ്രസ്ബെറി. ഓക്കെ, ബേസ് ആക്ച്വലി വൈറ്റ് ആണ്, വേറെ ഏതാണ് സോറി. ബേസ് വൈറ്റ് ആണ്, ഗോൾഡൻ കളറാണ്, കണ്ടില്ലേ. ഇത് സൂപ്പർ കൂളാണ്, ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒന്നാണ്. എല്ലാവരും ഞാനിത് ഇട്ടുകൊണ്ട് പോയ സമയത്ത് എല്ലാവരും പറഞ്ഞു നല്ല ഷൂ ആണ്. ഒത്തിരി കോംപ്ലിമെന്റ് കിട്ടിയ ഷൂവിലൊന്നാണിത്, കണ്ടല്ലോ. ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസും റിയൽ പ്രൈസും എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയതും ടോട്ടലും എല്ലാം ഞാൻ ഇടുന്നതാണ്. ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് ഇടാം. അതുപോലെ തന്നെ ഈ ഷൂ ഞാൻ ഇട്ട് നിൽക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും പിക്ക് ഞാൻ സൈഡിൽ ഇടുന്നതായിരിക്കും. പിന്നെന്താ, ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, ഇനിയുള്ളതൊരു ഷൂ അല്ല ആക്ച്വലി, അതൊരു ഹീലാണ്. ഓക്കെ, ഈ ഇത്രയും ഷൂവിൽ ഓക്കെ ഒരു കാര്യം പറയാൻ വിട്ടു. ഞാൻ ഗോൾഡൻ ഷൂ വാങ്ങിച്ചത് ബാക്കി 3 ഷൂസ്, അതായത് വൈറ്റ് ഷൂവും പീച്ച് കളറിലെ അതായത് ലൈറ്റ് പിങ്ക് ഷൂവും ഞാൻ സെയിം സൈസിലെയാണ് വാങ്ങിച്ചത്. 37 ആയിരുന്നു രണ്ടും. പക്ഷെ ഗോൾഡൻ ഷൂ ഞാൻ 38 വാങ്ങിച്ചത്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഓൺലൈനിൽ നിന്ന് ഷൂ വാങ്ങുന്നത്. സോ ഒത്തിരിയും പേർക്ക് ഡൗട്ട് കാണും ഓൺലൈനിൽ എങ്ങനെ കറക്റ്റ് സൈസിൽ ഷൂ വാങ്ങിക്കാനുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നതാണ്. സോ ഞാനും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഓൺലൈൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷൂ വാങ്ങുന്നത്. അപ്പം മറ്റേ 2 ഷൂസ്, അതായത് പീച്ച് കളറിലെ ഷൂവും വൈറ്റ് ഷൂവും എൻ്റെ കറക്റ്റ് സൈസും. ഇതെൻ്റെ ഗോൾഡൻ ഷൂ എൻ്റെ കാലിനേക്കാളും ഒരു സൈസ് കൂടുതൽ നോക്കിയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് പൊതുവെ ഗോൾഡൻ ഷൂ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. മറ്റേ വൈറ്റും പീച്ചും കറക്റ്റാണ്, അത് കറക്റ്റ് അളവാണ്. എനിക്ക് കാലിലറ്റമൊക്കെ ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് എനിക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. അടുത്തത് ഒരു ഹീലാണ്, എൻ്റെ ഫേവറേറ്റ്. ഓക്കെ, ഇത് പാക്കേജിങ് ഇങ്ങനെയായിരുന്നു. ഇത് നല്ല പാക്കേജിങ് ആണ്. ഇത് 20 ഡ്രസ്സസ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണ്. ഓക്കെ, ഇവിടെ സൈസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതും ഞാൻ ബൈ ദ വേ 38 വാങ്ങിച്ചത്. ഞാൻ 37 ആണ്, പക്ഷെ ഒരു സൈസ് കൂടുതൽ നോക്കിയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് സൈസ് കുറച്ച് വലുതായാലും നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുതാണ്, ഒട്ടിടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് സൈസ് കുറച്ച് നമ്മൾ 37 ആണെങ്കിൽ 38 വാങ്ങുന്നതായിരിക്കും ഓൺലൈനിൽ എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പം ഓക്കെ, ഇത് ഷൂ അല്ല, ഇത് ഹീലാണ്. ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കും. ഇത് ബ്ലോക്ക് ഹീൽസ് ആണ്. ഓക്കെ, ഞാൻ വലിയ ഹീലിട്ട് നടക്കുന്ന ഒരാളൊന്നും അല്ല, പക്ഷെ എനിക്ക് ബ്ലോക്ക് ഹീൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചതാണ്, അല്ലാതെ ഞാൻ ഇട്ടിട്ടൊന്നും ഇല്ല. ഇതിട്ടുകൊണ്ട് എവിടെയും പോയിട്ടില്ല, വീട്ടിൻ്റെ അകത്ത് ഇട്ട് നടന്നിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഇട്ടണ്ടേ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഇവിടെ എംബ്രോയിഡറി വർക്കുണ്ട് ബാക്കിൽ. ഓക്കെ, രണ്ടിൻ്റെയും ബാക്കിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്കുണ്ട്, കണ്ടോ. എംബ്രോയിഡറി വർക്കുണ്ട്, ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. ഇത് ബ്ലോക്ക് ഹീൽസ് ആണ്. ഇത് 3 ഇഞ്ച് 3.5 അല്ലെങ്കിൽ 3 ഇഞ്ചോ ആണ് ഈ ഹീലിന്റെ ലെങ്ത്. ഓക്കെ, ഈ ബ്ലോക്ക് ഹീലിന്റെ ലെങ്ത്. എനിക്ക് ബ്ലോക്ക് ഹീലാണ് കുറച്ചുകൂടെ നല്ല ഇഷ്ടം, ബ്ലോക്ക് ഹീലാണ് എനിക്കിഷ്ടം. സോ ഇങ്ങനത്തെ ഒരു ഹീൽ വാങ്ങണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ആയതുകൊണ്ട് മാത്രം വാങ്ങിച്ചതാണ്. ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല.
ഇട്ടിട്ടുണ്ട്, വീട്ടിലൊക്കെ ഇട്ട് നടന്നിട്ടല്ലാതെ എവിടെയും വേറെ എവിടെ ഇട്ടിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ എംബ്രോയിഡറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഇത് സ്ട്രാപ്പാണ്. ഇതിട്ടിട്ടുള്ള ഒരു പിക്കും എല്ലാത്തിൻ്റെയും പിക്ക് ഞാനിവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും സൈഡിൽ, അത് കാണാം. പിന്നെ ഇവിടെ ഒരു സ്ട്രാപ്പാണ്, എനിക്ക് ഇതുപോലത്തെ സിമ്പിൾ റീൽസാണ് ഇഷ്ടം. ഇത് ഇടുമ്പോൾ തന്നെ ഭയങ്കര സിമ്പിളാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ ഒരു സ്ട്രാപ്പും ഇവിടെ ഒരു സ്ട്രാപ്പും വരും. പിന്നെ ബാക്കിൽ നല്ല എംബ്രോയിഡറി, ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആണ്, സിമ്പിളും ആണ്. ഓക്കെ, ഇത് ഈ ഹോളിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണിത്. ഇതിന് 1200 എങ്ങാണ്ടായി, കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. 1200 സംതിങ് ആയിരുന്നു ഇതിൻ്റെ വില. ഇത് ഞാൻ പറഞ്ഞു 38ലാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ സൈസ് 37 ആണ്, പക്ഷെ ഞാൻ 38ലാണ് വാങ്ങിച്ചത്. എനിക്കിത് കറക്റ്റാണ്. അപ്പം ഇത്രയായിരുന്നു എൻ്റെ ഹോൾ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഓൺലൈനിൽ എങ്ങനെ കറക്റ്റ് സൈസിൽ ഷൂ വാങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മളുടെ ഷൂ സൈസ് നമുക്ക് സ്വന്തം ആയിട്ട് അളക്കാം എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. സോ വെയിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.